നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇന്ത്യയും സൗദിയും അടുത്ത വർഷത്തെ ഹജ്ജ് കരാർ ഒപ്പുവെച്ചു. ജിദ്ദയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും സൗദി ഹജ്ജ് ഉംറ മന്ത്രി തൗഫീഖ് അൽ റബിയുമാണ് കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ ഹജ്ജ് ക്വാട്ട 1.25 ലക്ഷമായി തുടരും. ജിദ്ദയിൽ വെച്ചാണ് 2026 ഹജ്ജ് കരാർ ഇന്ത്യയും സൗദിയും ഒപ്പുവെച്ചത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു, സൗദി ഹജ്ജ് ഉംറ മന്ത്രി തൗഫീഖ് അൽ റബി എന്നിവർ കരാർ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും ചർച്ച ചെയ്തു. സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കരാർ പ്രകാരം ഇന്ത്യയുടെ ഹജ്ജ് കോട്ട 1,75,025 തുടരും. ഇതിൽ 70% അഥവാ 1,22,518 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി വഴിയായിരിക്കും ഹജ്ജിനെത്തുക. 30% തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജ് നിർവഹിക്കും. ഇന്ത്യയിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കുള്ള ഒരുക്കങ്ങൾ സൗദിയിൽ പുരോഗമിക്കുകയാണ്. 20 ദിവസത്തെ ഹജ്ജ് പാക്കേജ് കൂടി അടുത്ത വർഷം മുതൽ ഹജ്ജ് കമ്മിറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. 2026 മെയ് അവസാനത്തിലാണ് അടുത്ത ഹജ്ജ്. ഇന്ത്യയിൽ നിന്നും ഹജ്ജ് വിമാന സർവീസ് ഏപ്രിൽ 18 ആരംഭിക്കും. മെയ് 5 മുതലാണ് കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസ്. കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും 18 പുറപ്പെടൽ കേന്ദ്രങ്ങളാണുള്ളത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സർക്കാർ ഷട്ട്ഡൌൺ മൂലം അമേരിക്കയിൽ വ്യോമയാന സേവനങ്ങളിൽ പ്രതിസന്ധി കനക്കുകയാണ്. 1400 വിമാനങ്ങൾ റദ്ദാക്കി, 6000-ഓളം വിമാനങ്ങൾ വൈകി. ഷട്ട്ഡൌൺ 40-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ധനാനുമതി ബിൽ പാസാക്കുന്ന കാര്യത്തിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും യോജിപ്പിലെത്തിയിട്ടില്ല. ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികൾ പുനഃസ്ഥാപിക്കാതെ ബില്ലിന് അംഗീകാരം നൽകില്ലെന്നാണ് ഡെമോക്രാറ്റുകളുടെ നിലപാട്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ച് ബഹ്റൈൻ പ്രവാസി മലയാളി അജിത് നായരുടെ പുസ്തകം പറഞ്ഞാലും തീരാത്ത കഥകൾ. ഓർമ്മക്കുറിപ്പുകളും യാത്രാനുഭവങ്ങളുമാണ് പുസ്തകത്തിലുള്ളത്. 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ബഹ്റിനിലെ ചലച്ചിത്രകാരനും പരസ്യചിത്ര ഛായാഗ്രാഹകനുമായ കൽപ്പറ്റ സ്വദേശി അജിത് നായരുടെ പറഞ്ഞാലും തീരാത്ത കഥകൾ എന്ന പുസ്തകം വായനക്കാരുടെ ശ്രദ്ധ നേടുന്നു. തന്റെ ഓർമ്മക്കുറിപ്പുകളും യാത്രാനുഭവങ്ങളും കൊച്ചു കൊച്ചു കഥകളുമെല്ലാം കോർത്തിണക്കി നല്ല വായനാസുഖം സമ്മാനിക്കുന്ന രീതിയിലാണ് അജിത് നായർ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എന്റെ യാത്രകളിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷനിലാണ് ഈ കഥ പുസ്തകം മുഴുവനുള്ളത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രസാധകരായ ബാഷോ ബുക്സ് നടത്തിയ റീഡേഴ്സ് ഫോറത്തിലും പറഞ്ഞാലും തീരാത്ത കഥകൾ ചർച്ച ചെയ്തു. ചടങ്ങിൽ രചയിതാവ് അജിത് നായർ, സാഹിത്യ സംഘത്തിലെ നിരവധി പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. യാത്രയ്ക്കുള്ളിലെ മറ്റൊരു യാത്രയായി ശക്തിയാർജിച്ചൊഴുകുന്ന ഒരു നദിയാണ് അജിത്തിന്റെ ഈ പുസ്തകമെന്ന് പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിനും വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുവന്ന് അതിസൂക്ഷ്മമായി പകർത്തിയെടുത്ത ചിത്രങ്ങളാണ് ഇതിലെ ഓരോ കഥയുമെന്ന് സിനിമാ സംവിധായകൻ ഹരിഹരനും പറഞ്ഞിരുന്നു. ബഹ്റിൻ കേരളീയ സമാജം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. 24 ബഹ്റൈൻ. 5ാമത് അന്താരാഷ്ട്ര ഹജ്ജ് കോൺഫറൻസിന് ജിദ്ദയിൽ തുടക്കമായി. 4 ദിവസം നീണ്ടുനിൽക്കുന്ന എക്സ്പോ ഹജ്ജ് സേവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര ചർച്ചാവേദിയാണ്. ജിദ്ദ സൂപ്പർഡോമിലാണ് എക്സ്പോ നടക്കുന്നത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ രക്ഷാകർതൃത്വത്തിൽ 5ാമത് അന്താരാഷ്ട്ര ഹജ്ജ് കോൺഫറൻസും എക്സിബിഷനും ജിദ്ദയിൽ ആരംഭിച്ചു. മക്കയിൽ നിന്ന് ലോകത്തിലേക്ക് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 ദിവസത്തെ അന്താരാഷ്ട്ര സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 1.5 ലക്ഷത്തിലധികം സന്ദർശകരെയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. ഹജ്ജ് കാര്യാലയങ്ങളുടെ പ്രതിനിധികൾ, അക്കാദമിക് വിദഗ്ധർ, ഗവേഷകർ എന്നിവരുൾപ്പെടെ 2400-ലധികം അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും പ്രഭാഷണങ്ങളും ഉണ്ടാകും. 80-ലധികം സെഷനുകളും 60 പ്രത്യേക വർക്ക്ഷോപ്പുകളും നടക്കും. 52,000 ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയിട്ടുള്ള വിശാലമായ പ്രദർശനവേദിയിൽ 260-ലധികം പ്രദർശകർ തങ്ങളുടെ നൂതനമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ യാത്ര കൂടുതൽ സുരക്ഷിതവും സുഗമവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സാങ്കേതികവിദ്യ മുന്നേറ്റങ്ങളും ക്രൗഡ് മാനേജ്മെന്റ് സംവിധാനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുതിയ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാത്രം ഇന്നൊവേഷൻ സോൺ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ജിദ്ദ ഇന്ത്യൻ മീഡിയ. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം. കരിക്കകം സ്വദേശി ശിവപ്രിയയ്ക്ക് പ്രസവശേഷം ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം ലഭിച്ചില്ലെന്നും അണുബാധയെ തുടർന്നാണ് മരണമെന്നുമാണ് ആരോപണം. എന്നാൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി.
കരിക്കകം സ്വദേശിയായ 26-കാരി ശിവപ്രിയയെ ഒക്ടോബർ 22-നാണ് പ്രസവത്തിനായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 25-ന് കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങി. കടുത്ത പനിയെ തുടർന്ന് പിറ്റേ ദിവസം തിരികെ ആശുപത്രിയിൽ എത്തിച്ചു. നില വഷളായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് മാറ്റി. കൾച്ചർ പരിശോധനയിൽ അസിനറ്റോബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. അണുബാധ കൂടിയതോടെ ആദ്യം ICUവിലേക്കും പിന്നീട് വെന്റിലേറ്ററിലേക്കും മാറ്റി. ഇന്ന് ഉച്ചയോടെ മരിച്ചു. SAT ആശുപത്രിയിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അസിനറ്റോബാക്ടർ ആണോ എന്ന് ചോദിച്ച സമയത്താണ് അവർ പിന്നെ ഓന്ന് സമ്മതിക്കുകയും ചെയ്ത്. എല്ലാ കാര്യത്തിനും കാലതാമസമാണ് ഏറ്റവും വലിയ പ്രശ്നം. ശിവപ്രിയയുടെ 9 ദിവസവും 2.5 വയസ്സും മാത്രം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുമായി ബന്ധുക്കൾ SAT ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആശുപത്രിക്ക് മുന്നിൽ BJPയും കോൺഗ്രസും പ്രതിഷേധവുമായി എത്തി. ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം അറിയിച്ചെങ്കിലും സുപ്രീം കോടതി മാർഗനിർദ്ദേശം അനുസരിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഈ മരണത്തെ സംബന്ധിച്ച് RDOവിൻ്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടക്കണം. ഈ മരണത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിക്കപ്പെടണം. എന്നാൽ ആശുപത്രിയിൽ നിന്ന് അണുബാധയുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ലേബർ റൂമിൽ നിന്നും ഒരു അണുബാധ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എടുക്കാൻ സാധിക്കില്ല. ലേബർ റൂമിൽ അണുബാധയുണ്ട് എന്നുള്ള ഒരു സംശയം ആർക്കും വേണ്ടതില്ല. കാരണം അത് ഒരു ആശങ്ക ഉളവാക്കും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിൽ ആരോപണം തള്ളി അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഭാര്യ സിന്ധു 24-നോട് പറഞ്ഞു. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ വേണുവിന് നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. രേഖകൾ സഹിതം ഡോക്ടേഴ്സ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക നിഗമനം. ഹൃദയാഘാതം സംഭവിച്ച് 24 മണിക്കൂർ കഴിഞ്ഞാണ് രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ചികിത്സാ കാര്യങ്ങൾ യഥാസമയം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. വേണു ഓഡിയോ സന്ദേശം അയക്കാനിടയായ സാഹചര്യം എന്താണെന്നും അന്വേഷിക്കും. വേണുവിന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റു രോഗികളിൽ നിന്നുകൂടി വിവരം തേടും. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ആരും തങ്ങളെ വിളിച്ചിട്ടില്ലെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു 24-നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല, നായ്ക്കളെ നോക്കുന്ന കണ്ണു അത് തന്നെയാണ് ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരാരും ഇതുവരെ എന്നെ ഒന്നും വിളിച്ചു ചോദിച്ചില്ല. എന്നെയും എന്റെ മക്കളെയും വിളിച്ചു ചോദിക്കാം ആരും ചെയ്തിട്ടില്ല. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമോ എന്ന കാര്യം DMEയുമായി ആലോചിച്ച് തീരുമാനിക്കും. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമുയർത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരണം തേടിയേക്കും. 24 കൊല്ലം. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ കുട്ടികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഗണഗീതം പാടിച്ചതിനെ ഭരണപക്ഷവും പ്രതിപക്ഷവും വിമർശിച്ചപ്പോൾ ന്യായീകരണവുമായി BJP നേതൃത്വം രംഗത്തെത്തി. ദക്ഷിണ റെയിൽവേയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ എളമക്കര സരസ്വതി വിദ്യാനികേതൻ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുകയും ഇത് റെയിൽവേ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തതിലുമാണ് അന്വേഷണം. അടിയന്തര റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ സ്കൂളിന്റെ NOC പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നും V ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി. വിദ്യാലയം ആരംഭിക്കുന്നതിന് NOC കൊടുക്കേണ്ടത് അതാത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാണ്. കണ്ടീഷൻസ് ലംഘിച്ചാൽ NOC പിൻവലിക്കാൻ വരെയുള്ള അധികാരാവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട്. റെയിൽവേ RSSന്റെ തറവാട്ട് വകയല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. റെയിൽവേ എന്ന് പറയുന്നത് RSSന്റെ തറവാട്ട് വകയല്ല എന്നാണ് ഞാൻ FBയിൽ എഴുതിയത്. അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. റെയിൽവേയുടെ നടപടി നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റെയിൽവേ ആദ്യം അത് Xൽ നിന്ന് മാറ്റി വീണ്ടും Xൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഈ സർക്കാർ ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ നടക്കില്ല. ഗണഗീതം ദേശഭക്തിയുടെ ഭാഗമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കി. ഇതിനെന്താണ് കുഴപ്പം? ഇതിലും കൂടുതൽ RSകാർ പാടുന്ന വന്ദേമാതരാണ്. അത് പാർലമെന്റിൽ പാടുന്നില്ലേ? ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ്. അവർക്ക് അന്നേരം അതാണ് തോന്നിയത്, അത് അവർ ചെയ്തു. അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ. ട്രെയിനിൽ പാടിയത് ദേശഭക്തി ഗാനമെന്ന് എളമക്കര സരസ്വതി വിദ്യാനികേതൻ പ്രിൻസിപ്പൽ
ഡിൻഡോ KP 24-നോട് പറഞ്ഞു. റെയിൽവേ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഇത് ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് ചൊല്ലുന്നതാണത്. കുട്ടികളുടെ ഗണഗീതം വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ രംഗത്തെത്തി. RSSന് എന്തിനാണ് ഈ ഗാനം തീരെഴുതുന്നത് എന്നാണ് നുസൂറിന്റെ ചോദ്യം. ഈ പോസ്റ്റ് BJP നേതാവ് K. സുരേന്ദ്രൻ ഷെയർ ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രമുഖരെ കളത്തിലിറക്കി BJP. മുൻ DGP R. ശ്രീലേഖയും പത്മിനി തോമസും ഉൾപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJSന്റെ തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 67 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചത്. മുൻ DGP R. ശ്രീലേഖ ശാസ്തമംഗലത്ത് ജനവിധി തേടും. പത്മിനി തോമസും തമ്പാനൂർ സതീഷും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. ശാസ്തമംഗലം R. ശ്രീലേഖ, കൊടുങ്ങല്ലൂർ VV രാജേഷ്, പാളയം പത്മിനി തോമസ്, തമ്പാനൂർ സതീഷ്, പേട്ട P. അശോക് കുമാർജി, നേമം MR ഗോപൻ, കരമന അജിത്, കരുമം ആശാനാഥ് GS. കവടിയാറിൽ ശബരിനാഥന് എതിരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന VV രാജേഷ് കൊടുങ്ങാനൂരിൽ മത്സരിക്കും. എല്ലാ വാർഡും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. പൂജപ്പുര വാർഡ് വനിതാ വാർഡായി. എന്തായാലും തിരുവനന്തപുരത്ത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തും. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJS തീരുമാനം. BJP ജില്ലാ നേതൃത്വം മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് D. പ്രേംരാജ് 24-നോട് പറഞ്ഞു. ഈ ഒരു മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ തുല്യ പ്രാധാന്യം കൊടുക്കണം. ഒരു മുന്നണി സംവിധാനത്തിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഒരാളാണെങ്കിൽ അവർ മുന്നണി സ്വീകരിച്ചു, അല്ലെങ്കിൽ സ്വീകരിക്കരുത്. കവടിയാറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സിറ്റിംഗ് കൗൺസിലർമാരിൽ ഭൂരിഭാഗവും മത്സരരംഗത്തുണ്ട്. MR ഗോപൻ നേമത്തും കരമന അജിത് കരമനയിലും ജനവിധി തേടും. 24 തിരുവനന്തപുരം. വയനാട് കുറുമ്പാലക്കോട്ടയിൽ ദുരിതാവസ്ഥയിൽ കഴിയുന്ന ആദിവാസി കുടുംബത്തെക്കുറിച്ചുള്ള 24 വാർത്തയിൽ ഇടപെട്ട് മന്ത്രി OR കേളു. കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കൂരയിൽ 22 അംഗ കുടുംബം കഴിയുന്നുവെന്ന വാർത്തയിൽ മനുഷ്യാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടിയിരുന്നു. 24 ബിഗ് ഇംപാക്ട്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ കഴിയുന്നത് 22 പേരടങ്ങിയ ആദിവാസി കുടുംബമാണ്. ഇത് കുറുമ്പാലക്കോട്ട അമ്പലംകുന്ന് ഉന്നതി. അമ്പലംകുന്ന് ഉന്നതിയിലെ ചന്ദ്രന്റെ കുടുംബത്തിന് പ്രതീക്ഷ പകരുന്ന നിലപാടാണ് മന്ത്രി OR കേളു പങ്കുവച്ചത്. പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉന്നതിയിലേക്ക് അയക്കും. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ഈ കാര്യങ്ങൾ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന മുറയ്ക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ഏതായാലും സ്വീകരിക്കും. വീടിരിക്കുന്ന സ്ഥലം ദുരന്ത സാധ്യതാ പ്രദേശമായതിനാലും ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നതിനാലും ചന്ദ്രന്റെ കുടുംബത്തിനും അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 24 വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരുന്നു. ഇതിനിടയിലാണ് ചന്ദ്രന്റെ കുടുംബത്തിന് പ്രതീക്ഷ പകരും വിധം മന്ത്രി OR കേളുവിന്റെ പ്രതികരണം കൂടി ലഭ്യമായിരിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. നുഴഞ്ഞുകയറ്റക്കാർക്കുള്ള ഇടനാഴി സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചു. അംബാനിക്കും അദാനിക്കും വേണ്ടിയാണ് നിതീഷ് കുമാറും നരേന്ദ്രമോദിയും പ്രവർത്തിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ബീഹാർ മറ്റന്നാൾ 2ാം ഘട്ട ജനവിധി എഴുതും. വികസന ഇടനാഴിയല്ല, നുഴഞ്ഞുകയറ്റ ഇടനാഴിയാണ് കോൺഗ്രസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലിയിൽ വിമർശിച്ചു. ജംഗൽ രാജ് ആയാ താ യാ നഹീ ആയാ താ, നക്സൽവാദ് ആയാ താ യാ നഹീ ആയാ താ, तो एनडीए आता है तो रोड, रास्ता, पुल, पुलिया, बिजली, कॉलेज, अस्पताल बनते हैं. വോട്ടുകൊള്ള തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിലൊന്നാണെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത് വോട്ടുകൊള്ള മറച്ചുപിടിക്കാനാണെന്നും രാഹുൽ ഗാന്ധി. കൂടുതൽ തെളിവുകൾ പിന്നാലെ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. 122 മണ്ഡലങ്ങളിലേക്കാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. 24 ബീഹാർ.
കേരള യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും അമൃത വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസ് ഡീനുമായ ഡോക്ടർ VP മഹാദേവൻ പിള്ള അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അന്ത്യം. എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം നാളെ വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. 11 ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ഭിത്തി ഇടിഞ്ഞ് സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. മക്കളെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനം ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു. അപകടമുണ്ടായ ഉടൻ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും അമ്മ ദേവി പറഞ്ഞു. ആരോപണം പരിശോധിക്കുമെന്ന് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കരുവാര ഉന്നതിയിലെ 4ഉം 7ഉം വയസ്സുള്ള ആദിക്കും അജനേഷിനും ജീവൻ നഷ്ടമായ അപകടം നടന്നത്. ഓടിക്കൂടിയ നാട്ടുകാരും ബന്ധുക്കളും സ്ഥലത്തെത്തിയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനം ലഭിച്ചില്ല. ഉന്നതിയിൽ നിന്നും ഇരുചക്ര വാഹനത്തിലാണ് കുട്ടികളെ കൽക്കണ്ടിയിലെ സ്വകാര്യ ക്ലിനിക്കിലെത്തിച്ചത്. കൃത്യസമയത്ത് വാഹനം ലഭ്യമായിരുന്നുവെങ്കിൽ ആശുപത്രിയിലെത്തിച്ച് ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് അമ്മ ദേവി. പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. പ്രൊമോട്ടറെയും പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചെങ്കിലും ലഭിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ആംബുലൻസ് കൃത്യസമയത്ത് ലഭിച്ചില്ലെന്നാണ് SC/ST പ്രൊമോട്ടറുടെ വിശദീകരണം. അതിദാരിദ്ര്യമുക്ത കേരളം അവകാശപ്പെടുന്നവർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി കാണാൻ പറ മന്ത്രിമാരോട്. കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്നാണ് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. അങ്ങനെ ഒരു പരാതി ബോധപൂർവ്വം എവിടെയെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സഹോദരങ്ങളുടെ മൃതദേഹം ഉന്നതിയോട് ചേർന്നുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 പാലക്കാട്. കേരള സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥിയുടെ ജാതി അധിക്ഷേപ പരാതിയിൽ സംസ്കൃത വിഭാഗം മേധാവി CN വിജയകുമാരിക്കെതിരെ കേസ്. ഡീനിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. 2015-ൽ MPhilന് പ്രവേശിച്ചതു മുതൽ ജാതി അധിക്ഷേപം നേരിട്ടുവെന്ന് വിപിൻ വിജയൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ജാതി അധിക്ഷേപ പരാതിയിൽ ഇന്നലെ പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേരള സർവകലാശാല ഡീൻ വിജയകുമാരിക്കെതിരെ SC/ST അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉടൻ കടക്കില്ല. 2015-ലാണ് MPhil പ്രവേശനത്തിനായി കാര്യവട്ടം ക്യാമ്പസിൽ വിപിൻ വിജയൻ എത്തുന്നത്. അന്നു മുതൽ ജാതീയമായി അധിക്ഷേപിച്ചു. താൻ ഡീൻ വിജയകുമാരിയുടെ ക്യാബിനിൽ കയറിയതിന് ശുദ്ധികലശം നടത്തിയെന്നും വിപിൻ വിജയൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. വിപിന് സംസ്കൃതം അറിയില്ലെന്നും PhD നൽകരുതെന്നും കാണിച്ച് സർവകലാശാല വൈസ് ചാൻസലർക്ക് വിജയകുമാരി പരാതി നൽകിയിരുന്നു. ഇതിൽ സർവകലാശാല അന്വേഷണം തുടരുന്നുണ്ട്. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി മരവിപ്പിച്ചതിൽ കേന്ദ്രത്തിന് ഇതുവരെ കത്ത് നൽകിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കത്ത് നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നാളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ PM ശ്രീ പദ്ധതി ചർച്ചയാകില്ലെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതി മരവിപ്പിച്ചെങ്കിലും അക്കാര്യം ഇതുവരെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെ അറിയിച്ചിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചത്. ഇതിനായി കേന്ദ്രത്തിന് കൈമാറാനുള്ള കത്തുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നെന്ന് V ശിവൻകുട്ടി. ഒരു നടപടിക്രമം ഉണ്ടല്ലോ. ചിലപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനൊരു കത്ത് കൊടുക്കണമെങ്കിൽ അതിന്റെ ഗവൺമെന്റ് ഉത്തരവിറങ്ങണം. അത് നിയമപരമായി അഡ്വക്കേറ്റ് ജനറൽ പരിശോധിക്കണം. അങ്ങനെയൊക്കെയുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ രൂപീകരിച്ച ഉപസമിതിയുടെ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കും. PM ശ്രീ ധാരണാപത്രത്തിലെ ഉപാധികളിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി. ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇതിൽ PM ശ്രീ പഠിക്കുന്നതിന് വേണ്ടി. ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഒരു അവസാന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കും. നാളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ PM ശ്രീ പദ്ധതി ചർച്ച ചെയ്യില്ല. PM ശ്രീയിൽ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാനത്ത് നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും SSK ഫണ്ട് വാങ്ങിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും V ശിവൻകുട്ടി പറഞ്ഞു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.